ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള മാങ്ങ എടുക്കുക. നല്ല പഴുത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല, 2 മാങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ടൈപ്പ് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ മാങ്ങ നല്ല പഴുത്തത് വേണം എടുക്കാനായിട്ട്. അതുപോലെ കുറച്ച് മധുരമുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഒരു മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തും ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ മാങ്ങയുടെ എണ്ണമൊക്കെ കൂടുതലായിട്ട് എടുക്കുക. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 മാങ്ങ മാത്രമേ എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ മാങ്ങയൊക്കെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും തണുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് യോഗർട്ടാണ്. ഇത് ഒട്ടും പുളിയില്ലാത്തതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് യോഗർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. യോഗർട്ട് ചേർക്കുകയാണെങ്കിൽ ഒട്ടും പുളിയില്ലാതെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ശകലം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഈ ഒരു തിക്കിലാണ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. തണുപ്പോട് കൂടിയിട്ട് വേണം കുടിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ നല്ലതാണ്. അതുപോലെ ഈ ചൂടുള്ള സമയത്തൊക്കെ ഒരു സ്മൂത്തി നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയുടെ പീസൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഇതിനകത്തേക്ക് പുളിയുള്ള തൈര് ചേർക്കാണ്ടിരിക്കുക. യോഗേട്ട് കിട്ടിയില്ല എങ്കിൽ പുളി ഒട്ടും ഇല്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം.